എക്സോസ്റ്റ് വരെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയാണിത്. ഇവിടെയാണ് ഇതിൻ്റെ എവിടെയാണ് ഏത് ഈ ഹോട്ട് വീൽസിൻ്റെ ഒറിജിൻ കൺട്രി ഏതാണ്, ഇത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ. നമ്മൾ മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്തൊരു ഇതാണ് മേടിച്ചത്. അപ്പം ഗൈസ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഓട്ടോറിക്ഷയിലാണ്. അപ്പം നമ്മളിപ്പം കോഴിക്കോട് ആണുള്ളത്. നമ്മുടെ കണ്ണ് കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളൊന്ന് ലുലു മാളിൽ പോവുകയാണ്. അപ്പം വേണ്ടേ നമ്മൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ എത്തി ഇറങ്ങി. ഇനി നമുക്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറി പോകണം. അപ്പോൾ ഗൈസ് ഇത് ചെക്കിംഗ് ആണ്. അപ്പം നമ്മൾ ഉള്ളിൽ കയറുവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഉള്ളിലോട്ട് പോവാണ്. ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പറയണം. കുറേ കടകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ടോയ്സിൻ്റെ സെക്ഷനിൽ കയറി ഹോട്ട് വീൽസിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. ഞങ്ങൾ ഹോട്ട് വീൽസ് എടുക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് കയറിയത്. ഞങ്ങൾ ഇവിടെ കുറേ ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ചെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ ഈ കുറച്ച് 2 തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ മോഡലുകളുണ്ട്. ഇതിൻ്റെ അകത്ത് സെറ്റായിട്ട് വരുന്നതും ഉണ്ട്, ഒരെണ്ണമായിട്ട് വരുന്നതും ഉണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഹോട്ട് വീൽസ് കളക്ടറാണെങ്കിൽ പറയണം. അപ്പോൾ കുറേ ചേട്ടന്മാരൊക്കെ വന്നു അവിടെ. കുഞ്ഞൂസ് 2 എടുത്തു, ഞാൻ 2 എടുത്തു. നമ്മൾ ടോട്ടൽ 6 ഹോട്ട് വീൽസ് എടുത്തു. ഇപ്പം നമ്മളുള്ളത് ഫൺടുറയിലാണ്. ഫൺടുറയിൽ കുറേ സാധനങ്ങളുണ്ട് കളിക്കാനുള്ളത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടിയിട്ട് 2 കോയിൻ ഇട്ട് നോക്കിയതാണ്, പക്ഷെ വർക്കാകില്ല. അപ്പം ഞാനും ഒരു 2 കോയിൻ ഇട്ട് നോക്കിയായിരുന്നു, പക്ഷെ വർക്കായില്ല. ഇതിന് കാർഡ് എടുത്തിട്ട് ഇടേണ്ട വരൂ. ഞങ്ങൾ 2 കോയിനാണ് പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് സെക്ഷൻ. ഇനി ഇത് വേറെ ഓരോരോ ഗെയിമുകളാണ്. ഇത് ഡാൻസ് കളിക്കുന്നത്. പിന്നെ എല്ലായിടത്തും തിക്കും തിരക്കുമാണ്. നമുക്ക് എല്ലായിടത്തും പോകണം. ഇതെല്ലാം ഗെയിമുകൾ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ജയിക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റുകൾ കിട്ടും. ആ ടിക്കറ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ഗിഫ്റ്റ് സെക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അവർ എത്ര ടിക്കറ്റാണോ ഉള്ളത് അത്ര ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിലുള്ള ഗിഫ്റ്റ് നമുക്ക് തരും. അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പിസ്സയാണ് തിന്നാൻ വിചാരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ ഓർഡർ ചെയ്യാൻ വന്നതാണ്. പിസ്സ റെക്കോട്ടയിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നപ്പം ഹോട്ട് വീൽസ് നോക്കിയതാണ്. ഇത്ര എണ്ണമാണ് ഞങ്ങൾ മേടിച്ച 6 ഹോട്ട് വീൽസ്. ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അൺബോക്സ് ചെയ്യണം. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ പിസ്സ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തിന്നാം. അപ്പോൾ നമുക്കിനി ആദ്യം നമ്മുടെ ഓരോ സ്പൈസസ് ഇടാം. ചില്ലി ഫ്ലേക്സ് ഇടാം. ഇനി ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് സോസ് ഒഴിക്കാം. ഇനി നമുക്ക് ഓരോ പീസ് എടുത്ത് തിന്നാം. ഗൈസ് ചീസൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കുഞ്ഞൂസാണ് ആദ്യം തിന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ ഗൈസ് എനിക്കും നല്ലോണം ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് പിസ്സ റെക്കോട്ടയിൽ ലുലുമാളിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം. അപ്പം ഞങ്ങളിപ്പോൾ താഴോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ ഹോട്ടൽസിന്റെ കാർ ഇത് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 5 എണ്ണമാണ് മേടിച്ചത്. 3 എണ്ണം എനിക്കും 2 എണ്ണം കുഞ്ഞൂസിന് ഗൈസ് റയർ സാധനം കിട്ടി. ഡോഡ്ജ് ചാർജറും ഗൈസ് അവന് കിട്ടിയതാണ് ഗൈസ്. എനിക്ക് ഭാഗ്യമില്ലായിരുന്നു ഗൈസ്, എനിക്ക് ഇച്ചിരി പൊട്ടയാണ് കിട്ടിയത്. എനിക്ക് ഡോഡ്ജിന്റെ വാനാണ് കിട്ടിയത്. നമ്മൾ ഒരെണ്ണം കൂടെ നമ്മുടെ ചേട്ടന് കൊടുക്കും. അർക്കം നൈറ്റിന്റെ ബാറ്റ് മൊബൈലാണിത്. പിന്നെ ഇത് നമ്മുടെ ഒമ്നിയിലെ ഗൈസ്, ഒമ്നീൻ്റെ ഒരു മോഡിഫൈഡ് സാധനം. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ചായിരുന്നു ഈ ഒമ്നി. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി, അതിൻ്റെ ഉള്ളിലത്തെ. അപ്പൊ ഇത് ബോഡി മൊത്തം മെറ്റലാണ്, ടയർ മാത്രം ഒരു ഫാബ്രിക് മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ്. ഇതാണ്ടോ ഗൈസ്, ഇത് നല്ല സ്പീഡിൽ കറങ്ങും. ഇത് നമ്മളിതാ ഇങ്ങനെയൊന്ന് വിട്ടാൽ നല്ല സ്മൂത്തി കറങ്ങും, ഒരു സൗണ്ടും കേൾക്കൂല. ഇലക്ട്രിക് വണ്ടി പോലെയാണ്. ഇതാ ഞാനൊന്ന് വിട്ട് കാണിച്ചു തരാം, ഒരു സൗണ്ട് പോലും കേൾക്കൂല ഗൈസ്. പിന്നെ തന്നെ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ഡോഡ്ജാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഇതൊക്കെ ഉണ്ട്. നമ്മളെ ഒന്നിങ്ങനെ തള്ളി വിട്ടെടുത്തത് ഉണ്ടോ, സ്മൂത്ത് ആയിട്ട് പോകും. റേസ് വെച്ചാൽ പോവാണ്. അപ്പൊ എന്റെ കാർ നിന്നില്ലേ, എന്റെ ഇടിച്ച് കാഴ്ച നമുക്കൊന്നും കൂടെ റേസ് വെക്കാം, ആരും ജയിക്കാൻ നോക്കാം. പതിയെ വിട്ടാൽ വീട്ടിൽ ചെല്ലടിക്കും. 3, 2, 1 go. അവന്റെ കൊള്ളില്ല, എന്റെ നോക്ക്. എന്റെ നേരെ നിന്റെ നേരെയായി നോക്കിക്ക, എന്റെ സ്പീഡ് ഉണ്ടോ നോക്കോ. അപ്പൊ കറക്റ്റ് ഷൂട്ട് ചെയ്യാ. അയ്യേ നിക്ക് അപ്പൊ എന്റെ കുഞ്ഞു മാറ്. അപ്പൊ അടുത്ത കുഞ്ഞൂസൊക്കെ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോഡ്ജ് വാന്. ഇത് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തതാണ്. ഇതാ ഇതിൻ്റെ അകത്ത് ഇവിടെ ഡോഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ ഭയങ്കര പാടാണ്, ഇത് ഭയങ്കര ചെറുതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, ഇതിൻ്റെ ടോപ്പ്, ഇതിൻ്റെ ഉള്ളിലുള്ള സീറ്റ് വരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഡോറ് എല്ലാത്തിനും ഡീറ്റെയിലിംഗ് ആണ്. നമുക്കിതൊന്ന് ഇത് നോക്കണം, ഇവിടെ മറ്റേ സാധനമൊക്കെ തട്ടും നിലത്ത്. അപ്പൊ ടൊയോട്ട സൂപ്ര ഇതിന്റെ സാധനമൊക്കെ ഉണ്ട്. ഇത് നിലത്തൊക്കെ തട്ടും. പിന്നെ കണ്ടോ എല്ലാ ഹോട്ട് വീൽസിന്റെ ഉള്ളിലും സീറ്റൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പുറക്. ഇതിന്റെ എക്സോസ്റ്റ് വരെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയാണിത്. ഇവിടെയാണ് ഇതിന്റെ എവിടെയാണ് ഈ ഹോട്ട് വീൽസിന്റെ ഒറിജിൻ കൺട്രി ഏതാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ. നമ്മൾ മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്തൊരു ഇതാണ് മേടിച്ചത്. നമ്മളിത് ലുലുമാളിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും കാറുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ടോട്ടലി. ഇനി ഒരെണ്ണം കൂടെ അൺബോക്സ് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അടുത്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബാറ്റ് മൊബൈലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നല്ലോണം ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പം നോക്ക് ഗൈസ്, ഇതിൻ്റെ ഓരോ ഇരുമ്പും ഓരോ തോക്കും എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോറാണിത്, ഇതിൻ്റെ ഉള്ളിലാണ് ആൾക്കാർ ഇരിക്കുക. ഇതാ ഗൈസ്, ഇതിൻ്റെ ടയറൊക്കെ നോക്ക് ഗൈസ്. ഇല്ല, ഇതിന് ഏറ്റവും സൂപ്പർ അല്ലേ ഇത് അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അപ്പൊ ഇതാണ് എൻ്റെ 3 എണ്ണം. ഡോഡ്ജ് വാന്, പിന്നെ ഒമ്നിയുടെ മോഡിഫൈഡ്, പിന്നെ ബാറ്റ് മൊബൈൽ അർക്കമിൻ്റെ. നമ്മളപ്പോൾ ഇത് 3 അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഹോട്ട് വീൽസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം.
പിന്നെ തന്നെ ഗൈസ് എന്റെ നമ്മുടെ സുപ്രീം പിന്നെ നമ്മുടെ കുഞ്ഞൂസിന്റെ 2 സുപ്രീം ഡോഡ്ജും സുപ്രൊക്കെ മോഡിഫൈഡ് ആണ്. ഞങ്ങളിത് പെട്ടിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. ആ ഗൈസ് ഗൈസ് ഇതാണ് സുപ്രീന്റെ പെട്ടി, ഇത് ഡോഡ്ജിന്റെ പെട്ടി. അപ്പൊ വേണ്ട ഇത് നമ്മുടെ റെയർ പീസാണ്. ഇതെനിക്ക് പണ്ട് എന്റെ കസിൻ തന്നെയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ. പിന്നെ ഗൈസ് നമ്മുടെ കയ്യിൽ ഇതാണ്. ഇത് റിയൽ ഹോട്ട് വീൽസ് അല്ലേ ഇത്. അപ്പൊ ഗൈസ് ഇത് ഹോട്ട് വീൽസ് അല്ല, ഇത് നമ്മൾ ഹോട്ട് വീൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയ ഒരു മോഡൽ എടുത്തോണ്ട് തന്നെയാണ്. ഇത് സിമേസ്കൈ എന്ന് പറയുന്ന എന്തോ ഒരു ബ്രാൻഡാണ്. ഇത് ഹോട്ട് വീൽസ് ആണ്. ഇത് പിന്നെ യു കെന്ന് കൊണ്ടുവന്നതാണ്. ഇത് എൻ്റെ കസിൻ തന്നെയാണ്. ഇത് ഹോട്ട് വീൽസ് അല്ല, പക്ഷെ അങ്ങനത്തെ ഏതൊരു ഫേമസ് ബ്രാൻഡിൻ്റെ ആണത്. അപ്പോൾ ഗൈസ് ഇതൊരു റെയർ പീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെനിക്ക് കുറച്ച് പഴയതാണ് ഗൈസ് ഇത്. അതുകൊണ്ടാണ് ഇതിന് എത്ര പഴക്കമുണ്ട് ഹോട്ട് വീൽസിന് അത്രയും വില കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ കിൻഡർ ജോയും ഹോട്ട് വീൽസും കൂടി കൊളാബായപ്പോൾ നമ്മൾ മേടിച്ചതാണ് ഈ 5 എണ്ണം. ഇതൊരു ലംബോർഗിനിൻ്റെ ഒഫീഷ്യലായിട്ട് ഇറക്കാത്തൊരു മോഡലാണ്. ഇത് നമ്മുടെ ഒരു സാധാ ഒരു കാറ്. ഇതൊരു സാധനം. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞൂസിന് കിട്ടിയില്ലേ ഒരു ഡോഡ്ജ് ഹോട്ട് വീൽസിൻ്റെ, അതിൻ്റെ പ്ലാസ്റ്റിക്കാണിത്. ഇത് പിന്നെ ഒരു ഇതിന് പേര് ഓർക്കുന്നില്ല ഗൈസ്. ഈ 5 എണ്ണമാണ് നമുക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിൽ ഇപ്പം 5 ഹോട്ട് വീൽസും ഒരു മെറ്റൽ ഹോട്ട് വീൽസ് അല്ലാത്ത വേറൊരു ബ്രാൻഡിൻ്റെ കാറുണ്ട്. ടോട്ടൽ എനിക്ക് മെറ്റൽ കാറുകൾ 6 എണ്ണം ഉണ്ട്. കുഞ്ഞൂസിന് 2 എണ്ണേ ഉള്ളൂ. എനിക്ക് 5 എണ്ണം ഉണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് ഒരു ഫെറാറി ഉണ്ട്, ലംബോ ഡോറ് തുറക്കാൻ പറ്റുന്നത്, അത് പൊട്ടി. അപ്പൊ അത് വലിയ കാറാണ്. ചെറിയ കാർ കുഞ്ഞൂസിന് ഫേക്ക് കുറെ ഹോട്ട് വീൽസ് ആണ് ഉള്ളത്. അല്ലാണ്ട് ഇപ്പൊ മേടിച്ചാണ് കുഞ്ഞൂസിന് ആകെ ഹോട്ട് വീൽസ് 2 എണ്ണം.